ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് വീഡിയോ കുറച്ചെങ്കിലും ആളുകൾക്കൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഒരു സറൗണ്ടിങ്. ഇതുപോലെ നല്ലൊരു പാർക്കുണ്ട്. പാർക്കിൻ്റെ പേര് സുഡാനി പാർക്ക് എന്നാട്ടോ. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സുഡാനി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പാർക്കിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു പള്ളിയുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റും ഉണ്ട്. ഹജ്ജിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നല്ല തിരക്കുണ്ട്. ആളുകളും കച്ചവടക്കാരും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് ട്ടോ. പകല് ചൂട് കാരണം ആളുകളൊന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കാറില്ല. പക്ഷേ വൈകുന്നേരം ഒരു അസറിന് ശേഷം അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്ക് തിരക്ക് കൂടി കൂടി വരും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്. 10 റിയാൽ കൊടുത്താൽ നല്ലൊരു അടിപൊളി കറിയും അൺലിമിറ്റഡ് റോട്ടിയും കിട്ടും. 2 ആൾക്ക് കഴിക്കാൻ ധാരാളമാണേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലത്തെ ഒരു ലൈഫ് സ്റ്റൈലേ അല്ല. നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ളുഹർ നമസ്കാരത്തിൻ്റെ കുറച്ച് മുന്നെയാണ് നമ്മൾ എണീക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ഒരു കട്ടൻ ചായ മാത്രമായിരിക്കും. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളുടെ ഡിസ്പെൻസറി വരുന്നത്. ഡിസ്പെൻസറിൻ്റെ ബ്രാഞ്ച് നമ്പർ 8. അതായത് ഈ ഒരു ഏരിയയിലുള്ള ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പെൻസറിയാണിത്. നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അവിടെ പോയാൽ മതി. ഡോക്ടേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. കൺസൾട്ടേഷനും മെഡിക്കേഷനും ഒക്കെ ടോട്ടലി ഫ്രീ ആണ്. പിന്നെ ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സീരിയസ് ഇഷ്യൂസ് ആണെങ്കിൽ മാത്രം നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജനറലായിട്ട് പനി, ജലദോഷം, തലവേദന ഇതിൻ്റെയൊക്കെ മെഡിക്കേഷൻസ് നമ്മൾ നാട്ടിൽ നിന്ന് നമ്മളെ കയ്യിൽ കൊണ്ടുവരായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ നുസൂക്ക് കാർഡും അതുപോലെ ഹജ്ജ് ഹൗസിൽ നിന്ന് കിട്ടിയൊരു സ്റ്റീലിൻ്റെ ബാങ്കിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹജ്ജിൻ്റെ സമയം അടുത്ത് വന്നപ്പോഴത്തേക്കിനും വളകളുടെ എണ്ണം കൂടാൻ തുടങ്ങി കേട്ടോ. ഇത് നമുക്ക് മിനയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ബാൻഡാണേ. നമ്മളുടെ നുസ് കാർഡ് സ്കാൻ ചെയ്തിട്ട് അതേ ഡീറ്റെയിൽസ് നമ്മളുടെ ഈ ഒരു ബാൻഡിലേക്കും സ്കാൻ ചെയ്ത് അവർ കയറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ബിൽഡിംഗ് ലോബിയിൽ എപ്പോഴും ഇതുപോലെ കാർട്ടൺസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവും. മാത്രമല്ല പലപ്പോഴും നമുക്ക് ഇതുപോലത്തെ ഹദിയ കിട്ടാറുണ്ട് കേട്ടോ. ഹദിയ എന്ന് പറഞ്ഞ ഗിഫ്റ്റ് ഇത് പല കമ്പനികളും ഹാജിമാർക്ക് വേണ്ടി എല്ലാ ബിൽഡിങ്ങിലും സപ്ലൈ ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അൽറാജീൻ്റെ സൈഡിൽ നിന്നാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആളുകളെടുത്ത് കണ്ടിട്ടുള്ള സാധനങ്ങളും അൽറാജീൻ്റെ സാധനങ്ങളാണ്. കൊട, അതുപോലെ ബാഗ്, അങ്ങനെ പല സാധനങ്ങളും അവർ പല ഏരിയയിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. യൂഷ്വലി ഇവിടെ പല ആളുകളും വന്ന് ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു പ്രാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് തന്നെ ആർക്കും പുറത്തുനിന്ന് എൻട്രി ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ മെട്രോ ബാൻഡ് കിട്ടിയിട്ടുണ്ട്. റൈറ്റ് ഹാൻഡിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ അങ്ങനെ ഹജ്ജിൻ്റെ പ്രധാന കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തഹല്ലുലായി. ഇന്ന് മിനയിലെ അവസാനത്തെ ദിവസമാണ്. ഇന്നത്തെ കല്ലേറും കൂടെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകും. അപ്പോൾ വർഷത്തിൽ 6 ദിവസം മാത്രം പ്രവർത്തിക്കുന്ന ഈ ഒരു പള്ളി കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് മസ്ജിദുൽ ഖൈഫ്. ഞാൻ ഉംറക്ക് വന്ന സമയത്തൊക്കെ ഈ ഒരു പള്ളി ദൂരെയൊന്നും കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ പള്ളീൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്നാലും പള്ളി അത്ര ക്രൗഡഡ് ഒന്നല്ല കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പള്ളിയാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ചൂടാണ്. പക്ഷെ ആ ഒരു ചൂട് നമുക്ക് അകത്തേക്ക് ഫീൽ ചെയ്യുന്നേ ഇല്ല. അകത്ത് ഭയങ്കര തണുപ്പാണ്. തണുപ്പെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തണുത്ത് വിറയ്ക്കും. നമുക്ക് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റില്ല. അത്രയും അടിപൊളി എയർ കണ്ടീഷനിങ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നേരെ റൂമിലേക്ക് പോകും. എന്നും നമ്മൾ പോകുന്ന വഴിയിൽ നിന്നും ഇന്ന് ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. അതുകൊണ്ട് തന്നെ ജംറൻ്റെ സെക്കൻഡ് ഫ്ലോറിൻ്റെ എൻട്രൻസിലേക്കാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു എൻട്രൻസ് നിന്നും ജംറയിലേക്ക് എത്താനായിട്ട് ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ കാർഡ് സർവീസ് ഉണ്ടായിരുന്നു. സംഭവം ഇത്തിരി വഴി മാറി പോയതാണെങ്കിലും ഈ ഒരു സർവീസ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഇതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഈ ഒരു കാട്ടിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാക്കുന്നത് ജംറൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫ്ലോറിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഹജ്ജിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ജംറ. നമ്മൾ പൊതുവേ കേൾക്കാറുള്ളതാണല്ലോ, കല്ലെറിയാൻ പോണ അവിടെ നിന്നും തിരക്കിൽ പെട്ടുപോയി, വീണുപോയി, അവിടുന്ന് മരിച്ചുപോയി എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ 2ഉം 3ഉം ഫ്ലോർസ് ഉണ്ടെങ്കിൽ കൂടി ആ കല്ലെറിയുന്ന ആ ഒരു ടൈമിൽ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ. മാത്രമല്ല എല്ലാവരും ഒരേ ഡയറക്ഷനിലാണ് പോണതെന്ന് ഉറപ്പ് വരുത്താൻ ആയിരക്കണക്കിന് പോലീസുകാരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ പോകുന്നത് വേറെ വഴിയും തിരിച്ചു വരുന്നത് വേറെ വഴിയുമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്താന്ന് വെച്ചാൽ, ളുഹർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ടെന്റിൽ നിന്ന് ഉളുവൊക്കെ എടുത്ത് ഇറങ്ങുക. ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും ജംറയിൽ എത്താൻ ശ്രമിക്കുക. ളുഹർ ബാങ്കിന് ശേഷമാണ് നമുക്ക് ജംറയിൽ കല്ലെറിയേണ്ട സമയം.
മാത്രമല്ല ഇവിടെയൊക്കെ സ്പീക്കേഴ്സ് ഉണ്ട് കേട്ടോ. ലോഹർ ബാങ്ക് കൊടുക്കണമൊക്കെ നല്ല വ്യക്തമായിട്ട് ഇവിടെ കേൾക്കും. ബാങ്ക് കൊടുത്ത ഉടനെ കല്ലെറിയുക, തിരിച്ച് മിനാ ടെന്റിലേക്ക് തന്നെ പോരുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നും ഒഴിവാവാം കേട്ടോ. കാരണം ആളുകളൊക്കെ ലോഹർ മിനാ ടെന്റിൽ നിന്ന് നിസ്കരിച്ചിട്ടേ കല്ലെറിയാൻ വേണ്ടി വരുള്ളൂ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് നമ്മളെ ടെന്റിലേക്ക് തന്നെ എത്താം. ഈ ജംറന്റെ ഈ ഒരു ഏരിയയിൽ വലിയ റഷോ കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടില്ല. അപ്പോൾ ഇതാണ് ജംറകൾ. ആദ്യം കാണുന്നത് ജംറത്തുൽ സുഗ്റ, രണ്ടാമത്തേത് ജംറത്തുൽ വുസ്ത, മൂന്നാമത്തേത് ജംറത്തുൽ കുബ്ര. ഇതിൽ ഏറ്റവും അവസാനത്തെ ജംറത്തുൽ കുബ്രക്ക് ജംറത്തുൽ അക്കബ എന്നും പറയും. അതാണ് ഏറ്റവും വലിയ ജംറ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഓർഡർ പ്രകാരമാണ് നമ്മൾ കല്ലെറിയേണ്ടത്. അതിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. കാരണം ജംറത്തുൽ സൂറൻ്റെ സൈഡിൽ നിന്നാണ് നമുക്ക് എൻട്രി ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മിന ടെൻറ്റിൻ്റെ എൻട്രൻസ്. നമ്മൾ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ താമസിക്കുന്നത് മിനയിലാണ്. അവിടെ നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഹജ്ജിൻ്റെ സമയത്ത് നമ്മൾ റൂമിൽ നിന്ന് മിനയിലേക്ക് പുറപ്പെടുമ്പോൾ വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ക്യാരി ചെയ്താൽ മതി എന്ന് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മൾ ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. മിനിയിലും അറഫയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊരു ബെഡ്ഷീറ്റ് കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അവിടെ നമുക്ക് അവരൊരു ബ്ലാങ്കറ്റും അതുപോലെ ഒരു ഷീറ്റും ചെറിയൊരു സ്പോഞ്ചിൻ്റെ ഒരു ബെഡ്, പില്ലോ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബ്ലാങ്കറ്റ് തന്നെ നമുക്ക് അറഫയിലേക്കും ഒക്കെ അതായത് മുസ്ദലിഫയിലേക്കൊക്കെ ക്യാരി ചെയ്യാൻ പറ്റും. മിനിയിൽ നിന്ന് അറഫയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോയാൽ മതി. ഇല്ലെങ്കിൽ ആ ലഗേജ് കൊണ്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി പോകും കേട്ടോ. എസെൻഷ്യൽസ് മാത്രം കരുതിയാൽ മതി. അതിൽ തന്നെ ഈ ബെഡ്ഷീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അറഫയിൽ നിന്ന് അവർ നമുക്ക് വേറൊരു സെറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് തന്നെ നമുക്ക് മുസ്ദലിഫയിലേക്കും കൊണ്ടുപോകാം, അവിടെ യൂസ് ചെയ്യാം, എന്നിട്ട് അവിടെ തന്നെ ഡിസ്കാർഡ് ചെയ്യാം. കാരണം ഈ ബെഡ്ഷീറ്റ്സ് ഒക്കെ നമ്മൾ ക്യാരി ചെയ്യണത് ഇതും കൊണ്ട് നമ്മൾ ജംറയിലേക്ക് കല്ലെറിയാൻ പോകണം. അത് കഴിഞ്ഞ് നേരെ ഹറമിലേക്ക് പോകണം, തവാഫ് ചെയ്യണം, സൈ ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാവും ഇത്രയും വലിയൊരു ലഗേജുമായിട്ട് പോകുമ്പോൾ. പരമാവധി കുറച്ച് സാധനങ്ങൾ മാത്രം അറഫയിലേക്ക് കൊണ്ടുപോയാൽ മതി. അങ്ങനെ അൽഹംദുലില്ലാ ഹജ്ജൊക്കെ നല്ല റാഹത്തായി കഴിഞ്ഞു. ഹജ്ജിന് ശേഷം നമ്മളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. ഹറമിലേക്കുള്ള ഷട്ടിൽ ബസ് സർവീസ് ഇതുവരെ റീസ്റ്റാർട്ട് ആയിട്ടില്ല. ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞാലേ റീസ്റ്റാർട്ട് ആവുള്ളൂ. അപ്പം നമ്മളുടെ ആ ഒരു ഏരിയൻ്റെ അടുത്തുള്ള ഒരു സൂക്ക് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു നമ്മൾ. ശരിക്കും ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദുൽഹജ്ജ് 8-നാണ്. ദുൽഹജ്ജ് 8-നാണ് നമ്മൾ മിനയിൽ എത്തേണ്ടത്. പക്ഷേ അവർ നമ്മളെ ഈ തിരക്കുകൾ കുറയ്ക്കാനും എല്ലാവരും അവിടെ എത്തി എന്ന് ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ട് തന്നെ ദുൽഹജ്ജ് 7-ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയായിട്ട് നമ്മൾ മിനയിൽ എത്തിക്കും. അതായത് ദുൽഹജ്ജ് 7-ന് തന്നെ നമ്മളെ അടുത്തു നിന്ന് റൂമിൽ നിന്നൊക്കെ റെഡി ആയിട്ട് മിനയിൽ പോകണമെന്ന് അവർ ആവശ്യപ്പെടും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ എതിര് പറയരുത്. കാരണം നമ്മളെ സേഫ്റ്റിക്കും അതുപോലെ തിരക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് അവരങ്ങനത്തെ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ ദുൽഹജ്ജ് 7-ന് നമ്മൾ മിനയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നു. ദുൽഹജ്ജ് 8-ന് അന്നാണ് നമ്മൾ മിനയിൽ പാർക്കേണ്ടത്. പക്ഷെ അന്ന് ഏകദേശം രാത്രി ആവുമ്പോഴത്തേക്കിനും നമ്മളെ അവർ അറഫയിലേക്കും കൊണ്ടുപോകും. അന്ന് രാത്രി നമ്മൾ അറഫയിലാണ് നമ്മൾ കിടന്നുറങ്ങാൻ പോണത്. കാരണം വേറെ ഒന്നുമല്ല, ഇതുപോലെ തന്നെ എല്ലാവരെയും അറഫയിൽ എത്തിക്കുക എന്നുള്ളതും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെ നേരത്തെ ബാച്ചുകളായിട്ട് നമ്മളെ അവിടെ കൊണ്ടാക്കുന്നത്. അറഫയിൽ രാവിലെ വരെ ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ചെയ്യുക. അങ്ങനെ ദുൽഹജ്ജ് 8-ന് രാത്രി നമ്മൾ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ദുൽഹജ്ജ് 9-ൻ്റെ അന്ന് കംപ്ലീറ്റ്ലി അറഫാണ്. അറഫ കഴിഞ്ഞു മഗ്‌രിബ് ബാങ്കിന് ശേഷം നമ്മൾ മുസ്ദലിഫയിലേക്ക് പുറപ്പെടും. അപ്പോഴും വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ അവർ നമ്മളെടുത്ത് മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കാൻ പറയും. അവിടെ നമ്മൾ വാശി പിടിച്ച് തർക്കിച്ച് നിൽക്കാണ്ട് മെട്രോ സ്റ്റേഷനിൽ പോയി വെയിറ്റ് ചെയ്യുക. എന്തായാലും മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടേ നമ്മളെ അവിടുന്ന് അവർ മുസ്ദലിഫയിലേക്ക് കൊണ്ടുപോകുള്ളൂ. മാത്രമല്ല ഈ മെട്രോ സ്റ്റേഷൻസ് ഒക്കെ ഇരിക്കുന്നത് അറഫിൻ്റെ പരിധിയിൽ തന്നെയാണ്. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ മെട്രോ എടുത്ത് മുസ്ദലിഫയിൽ എത്താൻ പറ്റും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ നമ്മൾ വാശി പിടിക്കാണ്ട് അവർ പറഞ്ഞത് അനുസരിച്ച് അതുപോലെ നമ്മൾ അവരുടെ കൂടെ നിന്ന് കൊടുക്കണം. നമ്മളെ സേഫ്റ്റിക്കും മാത്രമല്ല, ലക്ഷക്കണക്കിന് ആൾ കൂടിയിരിക്കുന്ന സ്ഥലമാണ് അറഫ. അപ്പോൾ അവിടുന്ന് ഇത്രയും ആളുകൾ ഒരേ ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തിരക്ക് കുറക്കാനും കൂടി വേണ്ടിയിട്ടാണ് അവർ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് നമ്മളെ ഓരോ കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നത്. അങ്ങനെ മെട്രോ കയറി മുസ്ദലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് രാത്രി അവിടെ സ്പെൻഡ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ കല്ലെറിയാൻ പോകുന്നു, തവാഫ് ചെയ്യുന്നു, സൈ ചെയ്യുന്നു. ഇതോടുകൂടിയാണ് നമ്മൾ പൂർണ്ണമായി തഹല്ലുലാവുന്നത്.
അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായി. എനിക്ക് നല്ല കോൾഡും ഫീവറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു ഡിസ്പെൻസറിയിൽ പോയതായിരുന്നു ട്ടോ. ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഹജ്ജൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ നുസ്കാഡിൻ്റെ ഈ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ കാണാനൊക്കെ ആർക്കെങ്കിലും നമ്മളെ ഏരിയയിലേക്കൊക്കെ വരണമെങ്കിൽ വലിയ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ട്ടോ. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. നമുക്ക് വേണ്ട മെഡിസിൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. കാര്യമായിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചുമയാണ്. ചുമൻ്റെ കൂടെ നല്ല ചെസ്റ്റ് കൺജഷനും ഉണ്ടായിരുന്നു. പുറമേയുള്ള കത്തുന്ന ചൂടും അതുപോലെ നമ്മൾ അകത്തേക്കൊക്കെ കയറുമ്പോൾ ഉള്ള എയർ കണ്ടീഷനിങ്ങും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ചിൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ കോഫും കൺജഷനും ഒക്കെ വരും ട്ടോ. അങ്ങനെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് എല്ലാവർക്കും ഇതുപോലെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ടായിരുന്നു. ഹജ്ജിൻ്റെ സമയത്ത് ഇതുപോലെ പല ഏരിയയിലും പല സാധനങ്ങളും വിതരണം ചെയ്യും ട്ടോ. എന്തായാലും ഐസ്ക്രീം ആണെങ്കിലും കിട്ടിയ സന്തോഷത്തിൽ ഞാനും ഒരെണ്ണം വാങ്ങിച്ചു. പക്ഷെ അന്ന് ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഐസ്ക്രീം കഴിച്ചത് ഞാൻ പിന്നീട് ഒരുപാട് റിഗ്രറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ സൗദിയിലെത്തി ഹജ്ജ് കഴിയണ വരെ നമ്മൾ ഇതുപോലത്തെ ഒരു സാധനങ്ങളും കഴിച്ചിട്ടില്ല. ഐസ്ക്രീംസ് ആണെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിലും തണുപ്പുള്ള ഒരു സാധനം നമ്മൾ കഴിച്ചിട്ടില്ലായിരുന്നു. അതായത് ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹജ്ജൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് വല്ലാണ്ട് കൊതിയായപ്പോഴാണ് ഐസ്ക്രീം കിട്ടിയപ്പം ഞാനും അത് വാങ്ങി കഴിച്ചത്. പക്ഷെ അവിടുത്തെ എക്സ്ട്രീം ഹീറ്റിൽ നമ്മൾ ഇതുപോലെ തണുത്ത സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അവിടുത്തെ ആളുകളെ ഇതൊന്നും ബാധിക്കില്ല കേട്ടോ. അവരുടെ ബോഡി ഇതിനൊക്കെ യൂസ്ഡ് ആണ്. എക്സ്ട്രീം ഹീറ്റ് ആണെങ്കിലും എക്സ്ട്രീം കോൾഡ് ആണെങ്കിലും അവരുടെ ബോഡി അതിന് കംപ്ലീറ്റ്ലി അഡാപ്റ്റഡ് ആണ്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം നല്ല പനിയായിട്ട് ഒരാഴ്ച കിടന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 4-5 ദിവസം തായിഫിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ചുറ്റും ഇതുപോലെ മലകളാണ്. സദാസമയം അവിടെ ഓരോ ക്രെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മലകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വേറെയും വേറെയും ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും അതുപോലെ മക്കയിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഒരാഴ്ച ഫുൾ പനിയായിട്ട് കിടപ്പായിരുന്നു. പിന്നെ ഒരു 4-5 ഡേയ്സ് നമ്മൾ തായിഫിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ മക്കേനോട് യാത്ര പറഞ്ഞ് മദീനയിലേക്ക് പോവാണ്. നമ്മളുടെ ലഗേജസ് ഒക്കെ ഇന്ന് രാവിലെ തന്നെ പോയി. ഇനി നമ്മളും നമ്മളുടെ അടുത്ത് നമ്മളുടെ ഹാൻഡ് ബാഗും കുറച്ച് നമുക്ക് കഴിക്കാനുള്ള സ്നാക്സും മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ സാധാരണ ഉള്ളതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മളുടെ ഇന്ന് മദീനയിലേക്കുള്ളൊരു പോക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. നമ്മൾ ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോണത് ഹറമീൻ ഹൈ സ്പീഡ് ട്രെയിനിലാണ്. പല പ്രാവശ്യം ഞാൻ ഉംറയ്ക്ക് വന്നപ്പോഴും എസ്പെഷ്യലി നോമ്പിൻ്റെ സമയത്തൊക്കെ ഇതിൻ്റെ റേറ്റ്സ് ഭയങ്കരമായിട്ട് കൂടും ട്ടോ. പക്ഷേ ഇത് നമുക്ക് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഹജ്ജ് കമ്മിറ്റീൻ്റെ അണ്ടറിൽ വന്നിട്ട് ഈ ഒരു ട്രെയിൻ കയറി നമുക്ക് മദീനയിലേക്ക് പോകാൻ പറ്റുന്നത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഈവനിങ് 4:00 നമ്മളുടെ ട്രെയിന്. പക്ഷെ നമ്മൾ രാവിലെ ഏകദേശം 11 മണിയായപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ പുറത്ത് ഏകദേശം 2-3 മണിക്കൂർ നമ്മൾ ബസ്സിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ യാത്രകളൊക്കെ ഉണ്ടാകുമ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ 2-3-4 മണിക്കൂർ ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്തരം സാഹചര്യങ്ങളിൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാന്നല്ലാണ്ട് നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. മാത്രമല്ല ഇങ്ങനത്തെ യാത്രകളിൽ കൃത്യനിഷ്ഠത മസ്റ്റാണ്. ഇല്ലെങ്കിൽ നമുക്കും നമ്മൾ കാരണം മറ്റുള്ളവർക്കും വളരെയധികം പ്രയാസങ്ങളുണ്ടാവും. അപ്പം നമ്മളുടെ കൂടെ തന്നെ മാഷും വൈഫും ഉണ്ട്. നമ്മളെല്ലാവരും മെട്രോ സ്റ്റേഷൻ്റെ പുറത്ത് ക്യൂവിൽ നിൽക്കുകയാണ്. കയറുന്നതിനനുസരിച്ച് അവർ നമുക്ക് ടിക്കറ്റ് തരുന്നതാണ്. ടിക്കറ്റിൽ നമ്മളെ കമ്പാർട്ട്മെൻറ്റും സീറ്റ് നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ടിക്കറ്റ് കിട്ടി നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് ട്രെയിനിൽ കയറാം. നമ്മൾ പിന്നെ ഹജ്ജ് കമ്മിറ്റീൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്കങ്ങനെ ടിക്കറ്റ്സ് തന്ന് നമ്മളെ വിടുകയായിരുന്നു. ഇനി ഇൻഡിവിജ്വലി നമ്മൾ ഇങ്ങനെ ട്രെയിൻ കയറാൻ വരുമ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ സാധാരണ നമ്മളിങ്ങനെ ഉംറയ്ക്കൊക്കെ വരുമ്പം നമുക്ക് ഈ ട്രെയിൻ ബോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വരുന്നൊരു ഇൻകൺവീനിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലഗേജ് നമുക്ക് നമ്മളെ കൂടെ ക്യാരി ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള ഒരു ട്രോളി അതുപോലെ നമുക്ക് ഹാൻഡ് ബാഗ് വെക്കാം. അതിൽ കൂടുതൽ സാധനങ്ങൾ നമുക്കിതിൽ ക്യാരി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കമ്പാർട്ട്മെൻ്റൊക്കെ കണ്ടുപിടിച്ചു. നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇങ്ങനൊരു ചാൻസ് എനിക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എപ്പോഴും മക്ക ടു മദീന എന്ന് പറയുമ്പോൾ അതൊരു ലോങ് ഡിഫിക്കൽട്ട് ജേണിയാണ്. അപ്പോൾ അത് അള്ളാഹ് നമുക്ക് ഭയങ്കര ഈസി ആക്കി തന്നു അൽഹംദുലില്ലാ. അപ്പോൾ ട്രെയിനിൽ കയറിയ ശേഷം ട്രെയിൻ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ.
ബൈ ബസ് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 5 to 6 ഹവേഴ്സ് കൊണ്ട് എത്തുന്നത് നമ്മൾ ബൈ ട്രെയിൻ പോകുമ്പോൾ ഓൾമോസ്റ്റ് 2 to 2.5 ഹവേഴ്സ് കൊണ്ട് മദീനയിൽ എത്തുന്നതാണ്. ഏകദേശം 300 കിലോമീറ്റേഴ്സ് പെർ അവർ ആണ് നമ്മളുടെ ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡ്. മക്കയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിദ്ദയിൽ ഒരു ഹോൾട്ട് ഉണ്ട്. ജിദ്ദ കഴിഞ്ഞാൽ പിന്നെ നേരെ മദീനയാണ്. നമ്മുടെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു സ്ക്രീൻ ഉണ്ട്. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഡെസ്റ്റിനേഷൻ, അതുപോലെ സ്റ്റോപ്സ് ഉള്ളത് ജിദ്ദയിൽ മാത്രമേ ഒരു സ്റ്റോപ്പ് ഉള്ളൂ. പിന്നെ കറൻ്റ്ലി ട്രെയിൻ എത്ര കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് സഞ്ചരിക്കണതെന്നും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ. ടിക്കറ്റിൽ ഇതുപോലെ മക്ക, അതുപോലെ മദീന, പിന്നെ നമ്മുടെ കോച്ച് നമ്പർ, സീറ്റ് നമ്പർ, ബിസിനസ് ക്ലാസ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഐ ഡോണ്ട് നോ. പിന്നെ അതുപോലെ 25 kgൻ്റെ ഒരു ബാഗേജ് പ്ലസ് ഒരു ഹാൻഡ് ബാഗേജ്, അത്രയും നമുക്ക് ഈ ട്രെയിനിൽ അലൗഡ് ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായി വന്നതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇനി ഇൻഡിവിജ്വലി നമ്മൾ പോകുമ്പോൾ മേ ബി നമ്മളുടെ എൻട്രൻസ് ഒക്കെ ചിലപ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ ചിലപ്പം ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോഴേ കുറേ മണിക്കൂറായില്ലേ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ, ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പാൻട്രി ഉണ്ടെന്ന് കേട്ടു. ഞാൻ ആ പാൻട്രി എവിടെയാണെന്നൊന്ന് പോയി നോക്കാം കേട്ടോ. നമ്മൾ സാധനങ്ങളും ലഗേജസും ഒക്കെ തലേ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ പുറത്തുനിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും എന്നറിയാനുള്ള ആകാംക്ഷയിൽ ഞാൻ വന്ന് നോക്കിയതാണ്. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നത്തിങ് ഈസ് ഫ്രീ, എവറിത്തിങ് ഈസ് ചാർജബിൾ. അങ്ങനെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ചെയറിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു സ്ക്രീൻ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ വേസ്റ്റുകളും ടിഷ്യൂ പേപ്പേഴ്സൊക്കെ ഇടാനായിട്ട് ഇതുപോലെ ചെറിയൊരു ബിന്നുണ്ട്. ഫ്രണ്ടിലെ ചെയറിൽ ചെറിയൊരു ഫുഡ് റെസ്റ്റ് ഉണ്ട്. ആൻഡ് ഫ്ലോർ ഫുള്ളി കാർപ്പറ്റഡ് ആണ്. പിന്നെ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ 2 കോഫിയൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മിക്സ്ചർ ഉണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഏതാനും കുറച്ച് സമയമായപ്പോഴത്തേക്കും നമ്മൾ ജിദ്ദ എത്താനായിട്ടുണ്ട്. ജിദ്ദയിലെ ഹോൾട്ട് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഹോൾട്ട് വരുന്നത് മദീനയിലാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഒരു ക്ഷീണവും ഇല്ലാണ്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മളെല്ലാവരും മദീനയിലെത്തി. അവിടെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും റിസീവ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മദീനയിലെ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.